ഇതാണ് ഞങ്ങളെ പൊൻസഖി സഖി. അല്ല അല്ല കല്ല കല്ല ഇന്ന് ആരാ വരണത്? പാപ്പച്ചിയാ? ഉമ്മച്ചി എവിടെ? നൈല നൈല എവിടെ? നൈല കുട്ടി എവിടെ? അപ്പൊ എന്തൊക്കെയാണ് കൂട്ടാനുകൾ കാണിച്ചു കൊടുക്കൂ. നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും പിന്നെ കോവക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. റെസിപ്പി അയച്ചു കൊടുക്കില്ല, വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തള്ള വൈബായി തുടങ്ങി എന്നുള്ളതിന് അടയാളാണ്. മുന്നേ ഇവിടെ അങ്ങനെ തന്നെയാണോ? ഇവള് പായസത്തിലേക്ക് മീൻകറി വരെ ഒഴിച്ചു കഴിക്കും. ഹായ് ഗൈസ്, അതാ കമിഴ്ന്ന് കെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇമ്പോസ്റ്റർ ഗെയിം കളിക്കാൻ പോവാണ് കേട്ടോ. മുന്നേ ഒരു വാക്ക് പറയും, മുന്നേ ഈ ഫസ്റ്റ് കളിക്കില്ല. അല്ല കല്ല കല്ല ഇന്ന് ആരാ വരണത്? വാപ്പച്ചിയാ? ആരാ പറഞ്ഞു വാപ്പച്ചി വരണതെന്ന്? വാപ്പച്ചി അല്ല വരണത്, വാപ്പച്ചിയാ മീമിയും അല്ല വരണത്. എല്ലൊക്കെ ആരെ മിസ് ചെയ്യണേ? വാപ്പച്ചിനെ മിസ് ചെയ്യണ്ടാ? എന്തിനാണ് വാതിൽ തുറന്നിട്ട്? ആരെ കാണാനാ? വാപ്പച്ചിനെ? വാപ്പച്ചി അതിന് ദുബായിലല്ലേ, ഗൾഫിലല്ലേ? ഇന്ന് വാപ്പച്ചി അല്ല വരണത്, ഇന്ന് വാപ്പച്ചി അല്ല ഇങ്ങോട്ട് വരണത്. വാപ്പച്ചി ഗൾഫിലല്ലേ? എമീമും ഒക്കെ ഗൾഫിലാണ്. വരുവോ ഇങ്ങട്ടാ? എന്നാ വരിക? ആരാണ് വന്നിക്കണത്? അതാരാണ്? എന്റെ പൊന്നോന്റെ പ്രിയപ്പെട്ട സിയ, തുറന്നോടുക്ക്. ആ തുറക്ക്, കേറാൻ പറയ്, കേറാൻ പറയ്. അതാ ഓടി ഓടി. ആ സിയൊക്കെ എന്തൊക്കെയാ നീ കാണിച്ചു കേട്ടോ. കൊണ്ടുവരുന്നേ എന്താ എന്താ? സ്പൈഡർമാന്. ആരൊക്കെയാണ്? വേറെ ആരൊക്കെയാണ്? വേറെ ആരൊക്കെയാണ് വന്നിക്കണേ? സിയന നേരെ സ്പൈഡർമാനെ കാണിച്ചു കൊടുക്കാൻ മൂടിക്കണ്. എവിടെ ബേബി? എവിടെ ബേബിനെ കാണിച്ചു കൊടുക്കേ? ഉമ്മച്ചി എവിടെ? കയറ് കയറ്. ഉമ്മല്ലേ? വന്നീല്ലേ? ഇതെന്താ? മുന്നേന്റെ ഫെയർ ഇതാ ഉണ്ട്. ഫ്രിഡ്ജിക്ക് വെച്ചാള് മെമ്മറൈസ് ഐസ്ക്രീം അത് ഫ്രീസർക്ക് വെച്ചാലോ. ചൂടുള്ളത് ഫ്രീസർ ഫ്രിഡ്ജിൽ വെക്കണ്ടട്ടാ. ചിരിക്കണ്ട. സിയന്റെ അടുത്ത് പോവാനാണ് കാലിട്ടടിക്കണത്. അവർക്കുള്ള സീനെ കിട്ടി, ഇനിയൊന്നും വേണ്ട. എന്തൊരു മാറ്റടേ. നമുക്ക് വന്നത് ഞങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് വെല്ലിമാന്റെ ഒരു വിവരമില്ലല്ല. ആദ്യം ഇങ്ങോട്ട് വന്നാ മതി, ഇങ്ങോട്ട് ചെറുതിന്റെ അടുത്ത് വന്നാ മതി. നൈല നൈല എവിടെ?
നൈല കുട്ടി അവിടെ ഇങ്ങട്ട് 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 അങ്ങോട്ട് നോക്കണേ. നൈല കുട്ടി അവിടെ, നൈല കുട്ടി അവിടെ. എവിടെ കുട്ടി എവിടെ നൈലോടെ? നമുക്ക് നമ്മളെ വണ്ടി കിട്ടിയില്ലേ? നമ്മളെ വണ്ടി അവിടെ മറന്നു വെച്ച് പോന്നതായിരുന്നു. നല്ല ചിരിക്കുണ്ട് കണ്ടപ്പോ. രണ്ട് സൈഡ് അപ്പൊ ഇങ്ങോട്ട് കിടന്ന് കരയാ പൊങ്ങാൻ പറ്റാഞ്ഞിട്ട്. ബേബിനെ എടുക്കല്ലേന്ന് അവളെടുക്കി. സൈക്കിളാണ് നോട്ടെ. ആര് ആര് നോനോ പാവാണ്. എവിടെ നിന്നിട്ട് ഐസ സെയിം ഫ്ലേവേഴ്സാ? പാലൈസോ? അറിയില്ല, കുൽഫിയാന്ന് തോന്നുന്നു. നോക്ക് നോക്ക് നോക്ക്. നോനു നോനു ഫെല്ല ഫെല്ലക്കുന്ന ഫെല്ലക്കുന്ന നോനു. ഇതെന്താ നോക്കാത്തത്? വെച്ച് പോടും തുറന്നേരം. ഇതുണ്ടടി. ഇന്നത്തെ ഞങ്ങളെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് ബിരിയാണി അല്ല, മന്തി അല്ല, ഫ്രൈഡ് റൈസ് അല്ല. ഇന്ന് ഞങ്ങള് നാടൻ വിഭവങ്ങളാണ്, നാടൻ ചോറും കൂട്ടാനുകളും കേട്ടോ. അതൊക്കെ എന്റെ ഉമ്മയും പോപ്പിയും റജാമി ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. ഇതിന്റെ ഉമ്മാന്റെ സ്പെഷ്യലാന്ന് തോന്നണ മാമ്പഴ പുളിശ്ശേരി. പിന്നത് പയറുപ്പേരി. ഇതെന്താണ് കൂട്ടുകറിയാ? ഇതറിയില്ല കേട്ടോ ഇതിന്റെ പേരൊന്നും. പിന്നെ ഇത് അവര് കൊണ്ടുവന്നത് നമുക്ക് എല്ലാം ഇഷ്ടമാണ്. ഇത് നമ്മളെ കരിക്കും വെള്ളം നല്ല തരിപ്പ്. പിന്നെ വേറെ എന്തൊക്കെ കൊണ്ടുവന്നിരുന്നല്ലേ? വേറെ അതല്ല കൂട്ടാന്. ഇതിന്റെ ഉമ്മാന്റെ മുളക് കറിയാണ് കേട്ടോ. മീൻ മുളകിട്ടത് ഉമ്മച്ചിന്റെ സ്പെഷ്യൽ കറി. വേറെ ലെവലാ. സാധാരണ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ശരിക്കും വിഷുവിനടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ വീട്ടുകാരും സാമുഖാൻ്റെ വീട്ടുകാരും കൂടി ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികളെ മിസ് ചെയ്യുന്നുണ്ട്, കാണാൻ വരണമെന്ന്. ഞാൻ കുറച്ചായാലും ഇപ്പോൾ സാമുഖാൻ്റെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഉമ്മ എളിയമ്മമാരൊക്കെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും രണ്ട് വീട്ടുകാർ കൂടെ ഒന്നിച്ച് കൂടാമെന്ന്. എൻ്റെ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ. പല വീഡിയോസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നിച്ച് കൂടിയിട്ട് എല്ലായിടത്തുനിന്നും പല ടൈപ്പ് നാടൻ കൂട്ടാനുകളൊക്കെ കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലും ഗെയിംസും പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഇവിടുത്തെ അമ്മ പറയാറുണ്ട് അവരോടൊരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ, നമുക്കിതുപോലെ ഒന്ന് കൂടാമെന്ന്. ഉമ്മക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടലും വൈപ്പാക്കലൊക്കെ. അങ്ങനെ അവരേതായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ ദിവസം ഇതുപോലെ കളറാക്കാമെന്ന്. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ട് എന്തോ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ടൊക്കെ കൊടുക്കുന്നത്. പക്ഷെ മനസ്സിൽ ഇത് തിന്നണേന്റെ മനസ്സോട് തിന്നൽ തുടങ്ങി. രണ്ടും ഇഷ്ടം. പക്ഷെ ഞാനും മുന്നൊക്കെ ഇപ്പോൾ നേരെ സാദാ ചോറ് കാണുമ്പോൾ ഓടുകയാണ്. ഇന്നലെ ബിരിയാണി ഉണ്ടായിരുന്നു, സാദാ ചോറും ഉണ്ടായിരുന്നു. പക്ഷെ ചോറ് കൂട്ടാനും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബിരിയാണി ഒന്നും വേണ്ട, മന്തി ഒന്നും വേണ്ട, ചോറും കൂട്ടാനും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടാനുകൾ കാണിച്ചു കൊടുക്കൂ? രസമുണ്ട്, രസമുണ്ടോന്ന് തിന്നിട്ടല്ലേ അറിയുള്ളൂ. ഞാൻ രസിച്ചിക്കണേ. നല്ല ഉഷ്ണാണ്. പപ്പടല്ലേ മുന്ന ആരംഭത്തിൽ തന്നെ അപമാനം.
വലിയ കുഴപ്പമില്ല. ഒരു മാറ്റം ഇല്ല അല്ലേ? ഇത് എൻ്റെ അമ്മാന്റെ ഫേവറേറ്റ് ആണ്. ഇഷ്ടാണ്? എനിക്ക് വലിയ ഇഷ്ടമില്ല. ഉണക്കസ്രാവ് ഇട്ടാ ഈ കറിയിലേക്ക് ഈ കറിയും ഇതും മതിയില്ലേ? ബീഫും കൂടെ കഴിക്കൂ. ഇവിടെ അങ്ങനെ തന്നെയാണോ? ഇവള് പായസത്തിലേക്ക് മീൻകറി വരെ ഒഴിച്ച് കഴിക്കും. ഹലുവയും മത്തിക്കറി ഫുള്ള് കോമ്പിനേഷൻ്റെ ആളാണ്. നമുക്കിത് മതി. ചിക്കൻ ഫ്രൈ എവിടുന്നോ കട്ടുവിടുന്നതാണ്. ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് റിസോർട്ടിൽ നിന്ന് കട്ടുവിടുന്ന. അതന്നെ റിസോർട്ടിൽ നിന്ന് കട്ടുവിടുന്നത് തന്നെയല്ല പറയും. എടുത്തുകൊണ്ടുവരുമ്പോ കട്ടുവിടുന്നെന്ന് പറയോ? എന്നിട്ട് ഇപ്പം അത് ഓരിയൊക്കെയാണ്. വലിയ പപ്പടം അവര് വരുമ്പോ കൊണ്ടുവന്നതാ. പിന്നെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും എൻ്റെ അമ്മ ഉണ്ടാക്കിയതാട്ടാ. ഇത് മുന്നുണ്ടാക്കി. പക്ഷെ എല്ലാതും ഇത് മുന്നുണ്ടാക്കിയത് കേട്ടോ. ഞാൻ ഇതാ കൂന്തൽ ഫ്രൈ. ഇത് സ്പെഷ്യൽ റെസിപ്പി ആട്ടാ. റെസിപ്പി അയച്ചു കൊടുക്കല വീഡിയോ ചെയ്യാൻ. ഇത് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ് മോര് കറി. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെന്താണ് മാമ്പഴ പുളിശ്ശേരി ഉമ്മച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നത്. രാവിലെ 8:30 ആയപ്പോഴേക്കെല്ലാം കുറേയൊക്കെ റെഡി ആയിക്കുന്നല്ലേ? നെസ്സി ഇവിടെ ഇല്ലായിരുന്നു. നെസ്സി അവളെ വീട്ടിൽ ഇടക്കിടക്ക് ഒന്നങ്ങോട്ട് ചാടും ഒന്നിങ്ങോട്ട് ചാടും. അങ്ങനെ നെസ്സി ഇപ്പം വന്നിട്ടുള്ളൂ. എന്നാൽ വരും, എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വരാൻ പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല നാടൻ ചോറും നാടൻ കൂട്ടാനുകളാണ് കേട്ടോ. അതിലേക്ക് പിന്നെ നോൺ വെജായിട്ട് ചിക്കൻ ഫ്രൈയും പിന്നെ ഉണക്ക സ്രാവ് പൊരിച്ചതുമുണ്ട്. പിന്നെ രസമുണ്ട്. 2 ടൈപ്പ് കറികളുണ്ട്. മീൻ മുളകിട്ടതും അതുപോലെ തന്നെ മോര് കറിയുണ്ട്. 4 ടൈപ്പ് ഉപ്പേരികളുണ്ട് കേട്ടോ. അമര ഉപ്പേരിയുണ്ട്. പിന്നെ കോവക്ക മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന പോലെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വമ്പയർ. പിന്നെ കൂന്തൽ ഫ്രൈ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്പെഷ്യലാണെന്ന്. ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഗ്രീൻ മസാലയാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ പൂപ്പീൻ്റെ കൂട്ടുകറി, നേരത്തെ പറഞ്ഞ പയർ റിജാമാൻ്റെതാണ് കേട്ടോ. പിന്നെന്താണ് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നേ. ഇനി ഭക്ഷണം കഴിക്കാൻ വിളിക്കട്ടോ. വരൂ, കരയുന്നുണ്ടാ? വിശക്കുന്നുണ്ട്. സമയം 1:30 അങ്ങോട്ട് നോക്ക്. മാമ്പഴ പുളിശ്ശേരി അവൾ ഇരിക്കണോടത്തൊക്കെ മാറ്റി വെച്ചിക്കണ്. ഈ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നോക്ക്. ഇന്നലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഇതാണ് ഞങ്ങളെ പൊൻസഖി. ഹെൽപ്പിനായിട്ട് വരുന്ന ആളാണ്. നഴ്സിങ്ങിന് പഠിക്കാട്ടാ. പുതിയാണ്, ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ സഖി എന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയാം. സഖിക്ക് ഭയങ്കര പക്ഷെ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചെന്ന് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല അല്ലേ? ഭയങ്കര ഡീസൻ്റ്. അവര് നാട്ടിലെ തമിഴ്നാട്ടിലാണ് കേട്ടോ. നമ്മളെ നാട്ടുകാരിയല്ല, തമിഴ്നാട്ടുകാരിയാണ്. എന്താ? ഷകില. വേറൊരു പേര് കൂടെ ഉണ്ടല്ലോ, ജെനി എന്നുള്ള ഒരു പേര്. എന്നിട്ടാണ് ഷകില. ഞങ്ങൾ ജെനിന്ന് വിളിക്കുള്ളൂ. ജെനിന്ന് വിളിക്കാം. തനി അതാണ് കുറച്ചുകൂടെ നല്ല പേര്. എന്താ വരി ജെനി, എല്ലാവരും വരും. ഇപ്പൊ വരി. ജെനീനെ കൂടുതൽ ഞാൻ വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. ജെനിപ്പോൾ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് അച്ഛന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നതാണ് കേട്ടോ. ഇത് ഒരുമിച്ച് കഴിക്കില്ല നമുക്ക്? ഇസ് ദർ എനി പ്രോബ്ലം? നോ. എന്നാ വരി എല്ലാവരും. നിങ്ങൾ ആത്രിമാരൊക്കെ സഖിനെ പരിചയപ്പെട്ടോളെ. ഷകില എന്നാ ഇരുന്നോളൂ എല്ലാരും. നീ വേണ്ടി ഒരു ചെയറ്.
ചിദംബരം. ആ ആ ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ ക്വാർട്ടേഴ്സിലാണ്. എവിടെ പഠിച്ചത്? നാട്ടിലോ? അല്ല ഉറങ്ങിയല്ല. എന്നാ ഇരുന്നോളി എല്ലാരും. ആ കെടുത്തിക്കാളി. ഇപ്പാൻ്റെ റൂമിലെ അവിടെ ആകുമ്പോ കുറച്ച് സുഖത്തിൽ വേണം. ഇപ്പൊ പോരെ ഇപ്പാ ഇപ്പൊ സീറ്റൊന്നും തികയണില്ല. അവർക്ക് രണ്ടുപേർക്ക് ആദ്യം കയറി ഇരിക്കണോ? ഇവർക്ക് രണ്ടാൾക്ക് ചെറുതില്ലേല? അങ്ങനല്ല റിജിയമ്മ. അത് അവിടെ തന്നെ ഉണ്ട്, ആ സിങ്കിന്റെ അവിടെ. അത് കോരി വയ്ക്കാനല്ലേ കൈ ഉന്നക്ക് കുറച്ച് കൂടുതൽ മാമ്പഴ പുളിശ്ശേരി മെസ്സിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിക്കൻ ഫ്രൈ കൂടുതൽ തരാം. കഴിച്ചു 4 മിനിറ്റ് ഉണ്ട് കേട്ടോ. ആ മതി മതി മതി. അമ്മ വരെ എന്താണ്? ഓ എന്താ സ്നേഹം. നോനിവിടെ ഇരുന്നോന്ന്, അവള് നോനിവിടെ ഇരുന്നോന്ന്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. പായസം എത്തിയിട്ടുണ്ട്. എവിടെ ആദ്യം പപ്പടാണ് പൊട്ടിക്കുക, പിന്നെയാണ് ഭക്ഷണത്തിൽ കൂടാൻ പറ്റിയില്ലല്ലേ? നെസ്സി പോരെ, എന്താ വിളിച്ചിക്കണേ? ഇനി അല്പം ചർച്ചകളാകാം. ഇവിടെ ഉണ്ട് വെല്ലിമയും കുട്ടിയും. അതാ കമിഴ്ന്ന് കിടക്കാനുള്ള പരിശ്രമത്തിലാണ് അതിന്റെ കുട്ടി. അതാ കമിഴ്ന്ന് കിടക്കണേ. കമോൺ കമോൺ കമോൺ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇമ്പോസ്റ്റർ ഗെയിം കളിക്കാൻ പോവാണ് കേട്ടാ. മുന്നേ ഒരു വാക്ക് പറയും, മുന്നേ ഈ ഫസ്റ്റ് കളിക്കില്ല. അമ്മക്ക് പറഞ്ഞു കൊടുക്കുക ഗെയിം. ഓക്കെ, ആ വാക്കിനോട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയാം. ഞാൻ തുടങ്ങണ്ട, നെസ്സി തുടങ്ങിക്കോ. ഞങ്ങൾ സാധാരണ പെരുന്നാളായാലും ഓണായാലും അത് എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറേ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ സന ലാബും ഒക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ ആകുമ്പോൾ എളിയമ്മമാരും അമ്മായിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുപോലെ തന്നെ ഒരു ഗെയിം ആവാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അത് കാണിക്കാതെ എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ ഗെയിമിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതിൽ നല്ലത് അത് ആഡ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നല്ല പഴുത്ത മാങ്ങയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഇതാ ഞങ്ങൾ പിരിയാണ്. കുറേ പറഞ്ഞു അവരോട് രാത്രി പോകാമെന്ന്, പക്ഷെ വേറെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് അവർ പോവാണെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന്. ഇനി ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ കൂടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സന വന്നിട്ട് ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതിനു മുന്നേ വേറെ വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.